ഇതാ ദൃശ്യങ്ങളിൽ ഇപ്പോൾ കാണുന്നത് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, ബെന്നി ബെഹനാൻ MP ഉൾപ്പെടെ ഉള്ളവർ ഈ അപകട സ്ഥലത്ത് എത്തിയതിൻ്റെ ദൃശ്യങ്ങളാണ്. അവർ പോലീസ് ഉദ്യോഗസ്ഥരോട് വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയാണ്. ഒരെണ്ണം ബാക്കി നിൽക്കുന്നുണ്ട്. ഇതിന്റെ ഫോളോ ബിറ്റ്സ് പൊട്ടിത്തെറിച്ച് 100 മീറ്റർ അതിലേക്ക് ഫോളോ ബിറ്റ്സ് ആണല്ലേ, അതാണ് തെറിച്ചല്ലേ. അതെ അതെ ബൈക്ക് വയ്ക്കാൻ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ ഈ അപകട സ്ഥലത്തേക്ക് എത്തിയിരിക്കുന്നു. നേരത്തെ സൂചിപ്പിക്കുന്ന പോലെ തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാക്കാനും സാധിക്കുന്നു. വളരെ കൃത്യമായി ഇതൊരു ജനവാസ മേഖലയിൽ നിന്നും മാറി നിൽക്കുന്ന ഒരു പ്രദേശം തന്നെയാണ്. ജനവാസ മേഖലയ്ക്ക് ഏറെ അകലെയാണ് എന്ന് പറയുമ്പോൾ പോലും ഈ സ്ഫോടനത്തിൻ്റെ തീവ്രത അങ്ങേയറ്റം ശക്തമായിരുന്നു. കാരണം മീറ്ററുകൾ ഇപ്പോൾ ഇതാ അവിടെ പോലീസ് ഉദ്യോഗസ്ഥർ നൽകിയ പ്രതികരണത്തിൽ നിന്നൊക്കെ ഈ ഹോളോ ബ്രിക്സ് ഏതാണ്ട് 100 മീറ്റർ അകലെ വരെ ദൂരത്തിലേക്ക് ഈ സ്ഫോടനത്തിൽ പതിച്ചു എന്നതാണ്. ഒപ്പം പരിസര പ്രദേശങ്ങളിലെ വീടുകളിൽ മിക്കവാറും വീടുകൾക്കെല്ലാം തന്നെ വലിയ തോതിൽ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നതാണ്. ഗൃഹോപകരണങ്ങൾ നശിച്ചു, ജനൽ ചില്ലുകൾ നശിച്ചു. ഇപ്പോൾ ഇതാ It has to be investigated in detail because if there is any lapse in the security arrangements, it needs security arrangements because this is a dangerous thing to prepare these fireworks. So any lapses in the security arrangements, it has to be investigated by an agency. I think Judicial Commission has been announced this earlier, and then let the commission report come out. Then it should not be repeated in the future. Anywhere earlier we have taken some steps, some measures to control these accidents. നേരത്തെ പ്രതിപക്ഷ നേതാവ് ആശുപത്രിയിൽ സന്ദർശനം നടത്തിയതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. അതേ പ്രതികരണം തന്നെയാണ് അദ്ദേഹം ആവർത്തിക്കുന്നത്. നിലവിൽ ഇനിയും ഒരു പ്രതികരണത്തിനില്ല എന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറയുകയുണ്ടായി. പക്ഷേ വാർത്താ ഏജൻസികൾ ഉൾപ്പെടെ പ്രതികരണം തേടുന്ന സാഹചര്യത്തിൽ ആണ് അദ്ദേഹം. എന്തെങ്കിലും തരത്തിലുള്ള സുരക്ഷാ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടോ, ഇത് ആവർത്തിക്കാതിരിക്കാൻ എന്തൊക്കെ നടപടികളാണ് വേണ്ടത്, ഏത് തരത്തിൽ, അതായത് ഒരു മജിസ്ട്രേറ്റ് തലത്തിൽ, ജുഡീഷ്യൽ തലത്തിലുള്ള ഒരു അന്വേഷണം വേണമെന്ന ആവശ്യം ആണ് മുന്നോട്ട് വയ്ക്കുന്നത് എന്ന കാര്യമാണ് പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ചത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.